ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB ALPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ 5th ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ്, മാം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യൻ ഓക്കെ ആയിരിക്കുമോ, NTPC ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാ വീഡിയോസിലും ഞാൻ ഇതിനുള്ള ആൻസർ പറയുന്നുമുണ്ട്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. RRB SSC എക്സാംസിന് പാറ്റേൺ എപ്പോഴും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവർ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് ഇറലവൻറ്റ് ഓഫ് ദ പോസ്റ്റ്, ഏത് പോസ്റ്റ് ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏറ്റവും ബേസ് ലെവൽ മുതൽ ആപ്ലിക്കേഷൻ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ്, RRBയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാത്സും റീസണിങ്ങും ഓൾമോസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം SSC ആണെങ്കിലും RRB ആണെങ്കിലും കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് RRBയുടെ മുൻവർഷങ്ങളിൽ ചോദിച്ചതും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും, SSCയുടെ മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാ എക്സാംസിനും SSCക്കും RRBക്കും യൂസ്ഫുൾ ആണ്. സോ ALPയിൽ ചോദിച്ച ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തിന് യൂസ്ഫുൾ ആണ്, ടെക്നീഷ്യനും വരുന്ന NTPCക്കും ഒക്കെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ വാല്യൂ ആണ് അല്ലെ. ബോർഡ് മാസ് റൂൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും തെറ്റു പറ്റാറുണ്ട്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും ഒക്കെ ആൻസർ ഒന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങും. പക്ഷേ ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അവിടെ സൈന് മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഇവിടെ എങ്ങനെയാ ചെയ്യണ്ടേ, ആദ്യം നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യണ്ടേ. സോ ഡിവിഷൻ എങ്ങനെയാ വരണേ, -12/-6 ആണ്. മൈനസ് ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, -4 + 2 എന്ന് കിട്ടും. ഇതിപ്പോ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യം തന്നെ ഈ മൈനസിനെയും പ്ലസിനെയും കൂടെ മാറ്റി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്താണ്, -4 - 2 എന്നാണ്. ആൻസർ തെറ്റിയില്ലേ, -6 എന്നല്ലേ ആൻസർ വരിക. പക്ഷെ അതല്ല ആൻസർ. നമ്മുടെ ആൻസർ എന്താ വരുന്നത്, -2 എന്നാണ് ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മീൻ ഓഫ് ദ ഗിവൺ ഒബ്സർവേഷൻസ്. തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ മീഡിയൻ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. മീഡിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്ര ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7 8 9 10 10 ഉണ്ട്. ഈവൺ നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 5th + 6th ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെയും ആറാമത്തെയും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഇനി അഞ്ചാമത്തെയും ആറാമത്തെയും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ദാ ഇത് 1 2 3 4 5 and 6. 5 ഉം 6 ഉം എന്താണ്, 8 തന്നെയാണ് അല്ലെ. സോ 8 + 8/2 എന്ന് പറയുമ്പോൾ 16/2 which is equal to 8 എന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, മീഡിയൻ എന്താ കിട്ടുന്നത്, 8 ആണ് മീഡിയൻ കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ എങ്ങനെയാ മീഡിയൻ ചെയ്യേണ്ടതെന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമിത് bought a laptop at a discount of 25% on its market price. If he paid rupees 28,500 for the laptop, what was the market price of the laptop? ലാപ്ടോപ്പിന്റെ മാർക്കറ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആ ഡിസ്കൗണ്ട് കിട്ടിയത്, 25% ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത എമൗണ്ട് എത്രയാണ്, മാർക്കറ്റ് പ്രൈസിന്റെ 75% ആണ് കൊടുത്ത എമൗണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലേ. എന്ത് ചെയ്താൽ മതി, മാർക്കറ്റ് പ്രൈസ് is equal to 28,500 into 100 divided by 75 ചെയ്താൽ മതി അല്ലേ. അപ്പൊ 75 25യുടെ കേസിലാണെങ്കിൽ ഇവിടെ 3 എന്നും ഇവിടെ 4 എന്നും വരും. ഇനി 285 3യില് എത്ര ടൈംസ് ആ പോവുക, 95 ടൈംസ് പോവും. നമുക്ക് ഇവിടെ എന്ത് വരും, 9,500 into 4 എന്നാണ് വരിക. 9,500 into 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 38,000 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ 38,000 ആണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം.
അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു ഇക്വേഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് ചെയ്യണതായിരിക്കും നല്ലത്. കുറേ അധികം ഇക്വേഷൻസ് പഠിക്കുന്നതിലും നല്ലത് ഇങ്ങനെയായിരിക്കും. ആൻഡ് ആസ് യൂഷ്വൽ ഒരുപാട് ട്രിക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിലും നല്ലത് എന്താണ്, നമ്മൾ കാൽക്കുലേഷന് വരുന്ന സ്പീഡ്, ഞാൻ പറയുന്നത് ബിഗിനേഴ്സിന്റെ കാര്യമാണ്. പ്രോ ലെവലിൽ നല്ല രീതിയിൽ പഠിച്ചു പോയവർക്കൊക്കെ എന്താ പറയാ ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ അറിയാവുന്നവരുണ്ടാവും. അതല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ കുറച്ച് സ്പീഡ് കൂട്ടി ചെയ്യാം. ഓക്കെ, കാൽക്കുലേഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അയ്യോ എനിക്ക് ഇവരെ പോലെ ഇത്രയും ട്രിക്കുകൾ അറിയില്ലല്ലോ, എനിക്ക് കൺവെൻഷണൽ മെത്തേഡേ അറിയുള്ളൂ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കൺവെൻഷണൽ മെത്തേഡിൽ പോകുന്നത് കൊണ്ട് തെറ്റുമില്ല. എന്ത് ചെയ്താൽ മതി, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക, മാക്സിമം സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് ചെയ്തു പോവുക. ഓക്കെ, ഒരു സ്റ്റെപ്പിൽ നിന്ന് 2 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താനുള്ള ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇനി ഇതിന്റെ വാല്യൂ ആണ്, ബോർഡ് മാസ് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെ. ആദ്യം എന്താണ്, ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 8/4 എന്താണ്, 2 ആണ്. മൈനസ് 2 × 3 6 ആണ്. 16 - 6 എന്ന് പറയുമ്പോൾ 10 ആണ്. 10 + 2 12 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് എന്താ ഒന്നും എഴുതേണ്ട ആവശ്യമേ ഇല്ല ശരിക്കും പറഞ്ഞാല് അല്ലെ. നമുക്ക് പറഞ്ഞ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാം ഹാളിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പറയരുത്, അപ്പുറത്തിരിക്കുന്നവർക്കും കൂടെ ഗുണമുണ്ടാവുന്ന രീതിയിൽ പറഞ്ഞ് ചെയ്യരുത്. നമ്മുടെ മൈൻഡ് വോയിസിൽ വേണം നമ്മൾ പറയാനായിട്ട്. ഇത് കോൺഗ്രുവൻസി ആണ് കേട്ടോ. ഞാൻ ഇവിടെ കോൺഗ്രുവൻസി, ഇത് കോൺഗ്രുവന്റ് ആണ്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഇതാ 2 ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾസ് അവിടെ ഇരിക്കട്ടെ, നമ്മൾ കൊണ്ടുപോയിട്ട് ചാടി കയറി ABCDEF എന്ന് മാർക്ക് ചെയ്യരുത്. എങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ, ABEF. അപ്പം AB ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് മാർക്ക് ചെയ്യണം, EF മാർക്ക് ചെയ്യണം. BCയുടെ ഒപ്പം നമ്മൾ എന്താ മാർക്ക് ചെയ്യേണ്ടത്, DF ആണ് മാർക്ക് ചെയ്യേണ്ടത്, CADE. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയി. നമ്മളോട് തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രുവൻസിക്ക് ഒരു കേസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ ഇത് എല്ലാറ്റിലും എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന 2 ട്രയാങ്കിളിന്റെ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കോൺഗ്രുവന്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഒരു കാര്യം അവിടെ നോക്കണം, നമ്മൾ പ്ലേസിങ് കറക്റ്റ് ആയിരിക്കണം. ആംഗിൾ എ പ്ലേസ് ചെയ്യുന്ന ആംഗിൾ എക്ക് കറസ്പോണ്ട് ആയിട്ട് എന്ത് തന്നെ വരണം, ആംഗിൾ ഇ തന്നെ വരണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക് BAC ആണ്. ഇവിടെ എന്താണ്, FDE. ബിക്ക് കറസ്പോണ്ട് ആയിട്ട് എഫ് ഉണ്ട്, എക്ക് കറസ്പോണ്ട് ആയിട്ട് ഡി ആണ് വന്നിരിക്കുന്നത്. സോ എക്ക് കറസ്പോണ്ട് ആയിട്ട് എന്താ വരണ്ടേ, ഇ ആണ് വരേണ്ടത്. അതല്ല എന്ന് മനസ്സിലായി. അടുത്തത് ഡിക്ക് കറസ്പോണ്ട് ആയിട്ട് ബി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്കത് പ്രോപ്പർ അല്ല എന്ന് മനസ്സിലായി. എക്ക് കറസ്പോണ്ട് ആയിട്ട് ഡി ആണ് വന്നിരിക്കുന്നത്, അത് കറക്റ്റ് അല്ല. ഇവിടെ നോക്ക്, സിക്ക് കറസ്പോണ്ട് ആയിട്ട് ഡി വന്നിട്ടുണ്ട്, ബിക്ക് കറസ്പോണ്ട് ആയിട്ട് എഫ് വന്നിട്ടുണ്ട്, എക്ക് കറസ്പോണ്ട് ആയിട്ട് ഇ വന്നിട്ടുണ്ട്. സോ കോൺഗ്രുവൻസി ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ഒരു ട്രയാങ്കിൾ മാത്രം വരയ്ക്കുക, എന്നിട്ട് ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് a dishonest trader proposes to sell goods at cost price but uses a false weight of 900 grams in place of 1 kg. What is his profit percentage? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 kg എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 gram ആണ്. മൈനസ് 900 gram ഡിവൈഡഡ് ബൈ 900 gram. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 100 ഡിവൈഡഡ് ബൈ 900 എന്ന് കിട്ടും. 0 0 ക്യാൻസൽ ആവും. 1 ഡിവൈഡഡ് ബൈ 9 ആണ് അല്ലെ. 1 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ എന്താ വരണത്, നമുക്കിവിടെ ഒരു ഇൻറ്റു 100 കൂടെ വരും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 100 ഡിവൈഡഡ് ബൈ 9 എന്ന് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് കിട്ടും, 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റു 100 വരും. ആ 100 ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഇൻറ്റു 100. അപ്പൊ 9 എന്ന് വരുമ്പോൾ നമുക്ക് 1 9, ഇവിടെ എന്ത് വരും, 1 9 ബാലൻസ് 1. ആൻസർ എന്താണ്, 11. 1/9 പെർസെൻറ്റേജ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. അപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ നമുക്ക് ആക്ച്വലി വേണ്ടത് എത്രയാണോ മൈനസ് നമ്മൾ എത്രയ്ക്കാണോ കൊടുത്തത്, അതായത് CP മൈനസ് SP ഇൻറ്റു 100 ചെയ്താലാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റോംബസ്
whose diagonals are of length 6 cm and 8 cm. ഓക്കെ, അപ്പോൾ ഒരു റോംബസ് ഡയഗണൽസ് തന്നിരിക്കുന്ന ഒരു റോംബസിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. 2 into root of d1 square plus d2 square. എന്താണ്? രണ്ട് ഡയഗണൽസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? മാക്സിമം പ്രോബ്ലം സ്റ്റെപ്പുകൾ കുറയ്ക്കുക. 6 സ്ക്വയർ എന്താ? 36 ആണ്. 8 സ്ക്വയർ എന്താ? 64 ആണ്. ഇനി ഇവിടെ 2 into 36, 6 plus 4 10 ആണ്. 0, 6 plus 4 10, 100 ആണ്. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ പെരിമീറ്റർ ഓഫ് ദാറ്റ് റോംബസ് എന്താ വരുന്നത്? 20 സെന്റിമീറ്റർ ആണ് റോംബസിന്റെ പെരിമീറ്റർ വരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഒരു ഗുണം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ എക്സാംസ് നമ്മൾ ഇതുവരെ പഠിച്ച നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമോ അല്ലെങ്കിൽ 10th 12th ഏതൊരു എക്സാം എഴുതിയ പോലെ സ്റ്റെപ്പ് ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റെപ്പ് ആരും ഇവാലുവേറ്റ് ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് എന്താണ്? ആൻസർ ആണ് വേണ്ടത്. എന്ന് വെച്ചിട്ട് കറക്കിക്കുത്തി എഴുതാനല്ല പറയണത്. ആൻസർ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടെ ഞാനിപ്പോൾ ഈ പി ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാനായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു എക്സ്പ്രഷന്റെയും ആവശ്യമില്ല. ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് കയറി ഇതങ്ങോട്ടേക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനും പോകുന്നില്ല. നിങ്ങളെ ജഡ്ജ് ചെയ്യണത് എന്തിന്റെ ബേസിൽ മാത്രമാണ്? നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ടിന്റെ കേസിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, what will be the simple interest on? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട് 1280, റേറ്റ് തന്നിട്ടുണ്ട് 5%, ടൈം തന്നിട്ടുണ്ട് 3 years, 100. ഓക്കെ, 0 0 ഇവിടെ എന്ത് കിട്ടും? 5, 10ൽ 2 times 2, ഇവിടെയാണെങ്കിൽ 64. 64 into 3 എന്ന് പറയുമ്പോൾ 4 3s are 12, ബാലൻസ് 1, 18 plus 1, 192 ആണ് എന്ത് വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻസ് മാക്സിമം ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യാം. ഓക്കെ, ചെറിയ ചെറിയ നമ്പേഴ്സ് വെച്ച് ആദ്യം ക്യാൻസൽ ചെയ്യുക. വലിയ നമ്പർ ചാടി കയറി ക്യാൻസൽ ചെയ്യണേലും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Umesh took 100 chocolates out of 250 chocolates from Ruchi. ഓക്കെ, അപ്പൊ രുചിയുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ഉണ്ടായിരുന്നു? 250 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉമേഷ് എത്ര ചോക്ലേറ്റ് എടുത്തു? 100 ചോക്ലേറ്റ്സ് എടുത്തു. അപ്പൊ ഇപ്പൊ രുചിയുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ആണ് ബാലൻസ് ഉള്ളത്? 150 ചോക്ലേറ്റ് ബാലൻസ് ഉണ്ട്. ഓക്കെ, ഉമേഷ് ഇതിൽ നിന്ന് ഒരു 20% ആർക്ക് കൊടുത്തു? 20 ചോക്ലേറ്റ് ശലകയ്ക്കും കൊടുത്തു. പിന്നൊരു 35 ചോക്ലേറ്റ് ആർക്കും കൊടുത്തു? മേരിക്കും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഉമേഷിന്റെ കയ്യിൽ ബാലൻസ് എത്രയുണ്ട്? 20 plus 35 എന്ന് പറയുമ്പോൾ 55 ആണ്. 100 minus 55 എന്ന് പറയുമ്പോൾ ഉമേഷിന്റെ കയ്യിൽ ബാലൻസ് 45 ചോക്ലേറ്റുകളാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് എന്തുകൊണ്ട് 20 35 എന്ന് പറഞ്ഞാൽ ഇവിടെ 100 ആയതുകൊണ്ട് നമുക്ക് പെർസെൻറ്റേജ് പിന്നെ കൂടുതൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20 ആണ്. 100ന്റെ 35% എന്ന് പറഞ്ഞാൽ 35 ആണ്. ഓക്കെ, ഉമേഷിന്റെ കയ്യിൽ ബാലൻസ് 45 ഉണ്ട്. 45 ഉള്ള ഉമേഷിന് രുചി എത്ര കൊടുത്തു? രുചിയുടെ കയ്യിൽ ബാക്കിയുള്ള ചോക്ലേറ്റിന്റെ 50% കൊടുത്തു. രുചിയുടെ കയ്യിൽ ബാക്കിയുള്ളത് 150 ആണ്. അതിന്റെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ആണ്. അപ്പൊ ഇനി ഉമേഷിന്റെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 75 plus 45 ചെയ്താൽ മതി അല്ലേ? എന്താണ് കിട്ടുക? 7 plus 5 എന്ന് 7 plus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ആണ് നമുക്ക് ഉമേഷിന്റെ കയ്യിൽ ലാസ്റ്റ് കിട്ടുന്ന ചോക്ലേറ്റ്. ഉമേഷിന്റെ കയ്യിൽ ലാസ്റ്റ് എത്ര ചോക്ലേറ്റ് ഉണ്ടെന്നാ പറയുന്നത്? 120 ചോക്ലേറ്റ്സ് ആണ് ഉമേഷിന്റെ കയ്യിൽ ഉള്ളത്. ക്ലിയർ ആയില്ലേ? എന്താ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കുക. ഓക്കെ ആയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. സിംപ്ലിഫൈ ദ ഫോളോവിങ് എക്സ്പ്രഷൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് എന്നും പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിനകത്ത് ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഇത്. ഇവിടെ നോക്കി, ഇതിന്റെ ബേസ് എന്താണ്? 10,000 ആണ്. 10,000 minus 9 ആണ് 9,991 into 10,000 plus 9 ആണ് 10,009 വരുന്നത്. ഇത് ഏത് ഫോമില ഇരിക്കണമെന്ന് നോക്ക്. a minus b into a plus b ഫോമിലല്ലേ ഇരിക്കുന്നത്? വാട്ട് ഈസ് a minus b into a plus b? a square minus b square ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? 10,000 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ കൂടെ
എത്ര എണ്ണം വരും? 10 പൂജ്യം വരും അല്ലെ? 10 അല്ല, സോറി, 8 എണ്ണം. 1 2 3 4 5 6 7 8 മൈനസ് 9 into 9 എന്താ? 81 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 10. ഇവിടെ 10 ആവും. 10 മൈനസ് 1 എത്രയാണ്? 9 ആണ്. ഇവിടെ 9 ആണ്. 9 മൈനസ് 8 എത്ര വരും? 1 വരും. ഇവിടെ ഒക്കെ എന്താണ്? 9 ആണ്. അപ്പുറത്തുനിന്ന് നമ്മൾ എടുത്തിട്ടാണ് ചെയ്യണത്. സോ ഇവിടെ ഒക്കെ എന്താണ്? 9 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. ഏതാണ്? ഇതാണ് ആൻസർ. ക്ലിയർ ആയില്ലേ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്? അപ്പൊ ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന്റെ പല രീതിയിൽ ചോദിക്കാം. തന്നിരിക്കുന്ന നമ്പർ ആദ്യം നമ്മളൊന്ന് പഠിക്കുക, നമ്മൾ പഠിച്ച ട്രിക്കുകൾ ആലോചിക്കുക, അതിൽ ഏത് ട്രിക്കിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം എന്നും കൂടെ ആലോചിക്കുക. ഇത്രയും വലിയ നമ്പേഴ്സ് ഒക്കെ എന്തായാലും എന്ത് ചെയ്യില്ല, നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ചോദിക്കില്ല. ഓക്കെ, ഹൗ മച്ച് ഈസ് 80% ഓഫ് 40 മോർ ദാൻ 4/5 ഓഫ് 25? അപ്പം 40യുടെ 80% എത്ര കൂടുതലാണ്? അപ്പൊ ഇതാണ് കൂടുതൽ എന്ന്, വലിയ നമ്പർ ഇതാണെന്ന് മനസ്സിലായി. ഇതാണ് എ, ഇതാണ് ബി. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? എ മൈനസ് ബി ആണ് ചെയ്യേണ്ടത്. അപ്പൊ മൈനസ് 4/5 ഓഫ് 25 എന്ന് ചെയ്യാം. ഇവിടെ 0 0 0 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ 5 5 ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് വരും? 32 മൈനസ് 20 എന്ന് വരും. ആൻസർ എത്രയാ വരണേ? 12 ആണ് ആൻസർ വരുന്നത്. 12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? The sum of a 2-digit number and the number obtained by reversing the digits is 99. If there is a difference of 7 between the digits of the numbers, then what is the 2-digit number? Okay, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പ്രോബ്ലം എഴുതി സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതിൽ നല്ലത് ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 7 ഡിഫറൻസ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. 8 മൈനസ് 1 7 ആണ്. 9 മൈനസ് 2 7 ആണ്. 9 മൈനസ് 1 7 അല്ല. സോ ഇതല്ല. 9 മൈനസ് 2 7 ആണ്. ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്താണ്? അതിന്റെ റിവേഴ്സ് ചെയ്യുമ്പോൾ റിവേഴ്സ് ചെയ്യണതും ഈ നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 99 കിട്ടണം അല്ലെ? ഇവിടെ നോക്ക്, 29ന്റെ കൂടെ 92 ആഡ് ചെയ്യുമ്പോൾ എന്തായാലും 99നേക്കാൾ കൂടുതലായിരിക്കും. അത് തന്നെയാണ് ഇവിടെ 92ന്റെ കൂടെ 29 ആഡ് ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ ആകെയുള്ള ഒരു ഓപ്ഷൻ 81 പ്ലസ് 18 ആണ്. 81 പ്ലസ് 18 എന്താണ്? 99 ആണ്. സോ നമ്മുടെ ആൻസർ 81 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിംപ്ലിഫൈ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് 6 സ്ക്വയർസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് എടുക്കുകയാണ്. ഓക്കെ, തീറ്റയുടെ വാല്യൂ നമ്മൾ എങ്ങനെ എടുത്തു? 45 ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വരുന്നത് എന്താണെന്ന് നോക്കാം അല്ലെ? ഒരു മിനിറ്റ്, ട്രിഗണോമെട്രിക് ടേബിൾ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ശരി, അപ്പോ ഇനി ഇവിടെ നോക്ക്, സീക്ക് സ്ക്വയർ എ ആണ്. സീക്ക് 45 എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് 45 എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? √2 സ്ക്വയർ എന്ന് വരും. ഇവിടെ നോക്ക്, ഇത് 1 മൈനസ് സൈൻ എയും 1 പ്ലസ് സൈൻ എയും ആണ്. നമുക്ക് ഇതിനെ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് എഴുതിക്കൂടെ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി സൈൻ 45ന്റെ വാല്യൂ എന്താ? സൈൻ 45യുടെ വാല്യൂ 1/√2 ആണ്. അപ്പൊ നമ്മൾ അതും സ്ക്വയർ ചെയ്തു. ഓക്കെ, ഇൻറ്റു, ഇതൊക്കെ ഇൻറ്റു ആണ്. 1 പ്ലസ് കോട്ട് 45യുടെ വാല്യൂ 1 ആണ്. 1 സ്ക്വയർ. ഇനി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു 1 മൈനസ് 1/√2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇൻറ്റു 1 പ്ലസ് 1 2 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്ത് കിട്ടും? നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇവിടെ ഒരു ഓക്കെ, ഇവിടെ നമ്മള് ഇത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് സ്ക്വയർ എ ആണ് അല്ലെ? കോസ് സ്ക്വയർ എ ആണ്. കോസ് 45യുടെ വാല്യൂ എന്താണ്? കോസ് 45 1/√2 തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു 1 മൈനസ് വരില്ല, കാരണം കോസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? ഇവിടെ എന്ത് വരും? 1/2 ആണ് വരുന്നത്. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ്. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇൻറ്റു 1/2 ഇൻറ്റു
2 എന്ന് വരും. അപ്പൊ 2 ക്യാൻസൽ ആവും, -1 ആണ് നമുക്ക് എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എന്താ ചെയ്തത് എന്നുള്ളതൊക്കെ? ഒന്നുമില്ല, ജസ്റ്റ് ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെ ആ വാല്യൂ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അടുത്തത് HCF കാണാനാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ എങ്ങനെയാണ് 3 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് HCF കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് എനിക്ക് ആൻസർ കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. ഓക്കെ, അടുത്തത് P is 30% more efficient than Q. P അപ്പൊ നമുക്ക് P is to Q എന്ന് എഴുതാം. ഓക്കെ, ഇനി P എന്താണ്, Q 100 ആണെങ്കിൽ P എത്രയാണെന്നാ പറഞ്ഞിരിക്കണേ, 130 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് 0 0 ക്യാൻസൽ ചെയ്യാം. 13:10 എന്ന് വന്നു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്താല് P ഒറ്റയ്ക്ക് 23 ദിവസം കൊണ്ട് തീർക്കുന്ന വർക്ക് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ടൈം ആണ് അല്ലെ വേണ്ടത്. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയോ, പിയുടെ എഫിഷ്യൻസി 13 ആണ്, ഇൻറ്റു എത്ര വർക്ക് ഉണ്ട്, ടോട്ടൽ വർക്ക് എത്രയാണ്, P ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്ക് 23 ആണ്, ടോട്ടൽ വർക്ക് 23 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട്, ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീരും, 13 ദിവസം കൊണ്ടാണ് ആ വർക്ക് തീരുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താ ചെയ്തത് എന്നുള്ള കാര്യം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 trains of equal length moving at speeds of 60 km/h and 40 km/h. രണ്ട് ട്രെയിൻസ് ഒരേ ലെങ്ത് ഉള്ളത് 60 km/h 40 km/h പോകുന്നുണ്ട്. ഒരേ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ 50 സെക്കൻഡ് ആണ് ക്രോസ് ചെയ്യാൻ എടുക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസിനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. കാരണം എന്താണ്, ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്പീഡ് നമുക്ക് എങ്ങനെയാ തന്നിരിക്കുന്നത്, സ്പീഡ് 60 km/h, അതായത് സെയിം ഡയറക്ഷനിലാണ് അല്ലെ. അപ്പൊ ആദ്യം സെയിം ഡയറക്ഷനിലുള്ളത് നോക്കാം. സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മൾ സ്പീഡ് എന്താ ചെയ്യേണ്ടത്, മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലെ. മൈനസ് ചെയ്താൽ 60 - 40 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഈസ് ടു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ആഡ് ചെയ്യാണ്, 60 + 40 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇവിടത്തെ ടൈം തന്നിട്ടുണ്ട്. 20 km/h വരുമ്പോഴുള്ള ടൈം 50 ആണ്. നമുക്ക് വേണ്ടത് 100ന്റെ ടൈം ആണ് വേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, 20 × 50 ചെയ്താൽ മതി അല്ലെ. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. ഇവിടെ നമുക്ക് ഇവിടത്തെ ഡിസ്റ്റൻസും ഈ എക്സിന്റെ ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്, 20 × 50 ആണ് അല്ലെ, 500 അല്ല 50 ആണ്. അവിടുത്തെ സ്പീഡ് എന്താണ്, 100 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം കിട്ടില്ലേ, 0 0 0 0 ഒക്കെ ക്യാൻസൽ ചെയ്തു. 10 സെക്കൻഡ് കൊണ്ടാണ് ആ ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ക്രോസ് ചെയ്യണത്. ക്ലിയർ ആയില്ലേ? ആ ഇക്വേഷൻ തന്നെയാണ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇക്വേഷൻസ് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് An order was placed for the supply of a carpet whose width is 6 meter and length measured 1.44 times the width. What is the price of the carpet whose length and width are 40% more and 25% more respectively than the first carpet? The price of the carpet is ₹45 per square meter. Okay. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് എത്രയാന്ന് തന്നിട്ടുണ്ട്, 6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് വിഡ്ത്തിന്റെ 1.44 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 6 × 1.44 എന്ന് ചെയ്യാം. നമുക്ക് ആൻസർ എന്ത് കിട്ടും, 8.64 മീറ്റർ ആണ് ലെങ്ത് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കാർപ്പറ്റിന്റെ ലെങ്ത് 40% ഇൻക്രീസ് ചെയ്യാണ്, വിഡ്ത്ത് 25% ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ കാർപ്പറ്റിന്റെ പെർ സ്ക്വയർ മീറ്ററിനുള്ള പ്രൈസ് 45 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് നമുക്ക് 8.64ന്റെ എത്ര പെർസെന്റേജ് ആണ് കൂടുതൽ, 40% കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 140 by 100 ഇൻറ്റു, ഇനി എവിടെ എന്താ ചെയ്യേണ്ടത്,
6 into 25 എന്ന് പറയുമ്പോൾ 125/100. ദെൻ ഒരു കാർപ്പറ്റിന്റെ പ്രൈസ് 45, ഒരു സ്ക്വയർ മീറ്ററിന്റെ പ്രൈസും കൂടെ ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ ഒരൊറ്റ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസലേഷൻസ് ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ 0 0 ക്യാൻസൽ ചെയ്തു. ദെൻ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ 125നെ 25ല് 5 ടൈംസ് പോവും. 100 എത്ര ടൈംസ് ആ പോവുക, 4 ടൈംസ് ആണ് പോവുക. 5 10ൽ എത്ര ടൈംസ് ആ പോവുക, 2 ടൈംസ് പോവും. ഇനി ഈ 2 14ല് 7 ടൈംസ് പോവും. ഓക്കെ, ഇനി ഇവിടെ ഒരു 4 ഉണ്ട് അല്ലെ, ഈ 4നെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 2 ടൈംസ് പോവും. 0.6ല് 1 ടൈം പോവും. 24 എത്രയാണ്, 6 ആണ് അല്ലെ, 2.16 എന്ന് വരും. ഇവിടുത്തെ 4ഉം പോയി. പിന്നെ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, 2.16 into 7 into 6 into 45 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് പറഞ്ഞു തരാം. ഇത് ചെയ്യാൻ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു തരട്ടെ. എന്തായാലും പോയിന്റ് വരും. പോയിന്റില് എല്ലാ നമ്പേഴ്സും ഡിഫറെന്റ് ആണ്. ആ പോയിന്റിലുള്ള നമ്പർ കിട്ടിയാൽ പോരെ നമുക്ക്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്ക്, നമ്മൾ അത് ചെയ്ത് കഴിയുന്ന ടൈമിൽ നമുക്ക് പോയിന്റിലുള്ള നമ്പർ ഏതാണെന്ന് ആദ്യം കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ഇതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത് എന്നൊന്ന് എനിക്ക് കമന്റ് ചെയ്ത് തരിക. അടുത്തത് ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. A:B:C എന്ന് എഴുതുക, 3:2 എന്ന് എഴുതുക, 4:5 എന്ന് എഴുതുക. ഇവിടെയാണ് into 2 ചെയ്യേണ്ടത്. എന്ത് വരും, 3 into 2 6 എന്ന് വരും. 4:5, 6:4:5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 8 men and 12 women can build a wall in 10 days. 8 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ എത്ര ദിവസം എടുക്കും, 10 ദിവസം കൊണ്ട് തീർക്കുന്ന വർക്ക് 6 പുരുഷന്മാരും എത്ര സ്ത്രീകളാണ് അവിടെ, 8 സ്ത്രീകളും കൂടെ എത്ര ദിവസം എടുക്കും, 14 ദിവസത്തിലാണ് തീർക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. 5 വരും, 7 വരും. അപ്പൊ ഇവിടെ ഇനി എന്താ വരുന്നത്, 40 men plus 60 women is equal to 42 men plus 56 women എന്ന് വരും. ഇവിടെ നമുക്ക് 2 men is equal to 4 women എന്ന് വരും. men by women എന്ന് പറഞ്ഞാൽ 4/2 which is equal to 2/1. അതായത് ഒരു 2 പുരുഷന്മാർ ചെയ്യുന്ന ജോലി ആരേ ചെയ്യുള്ളൂ, ഒരു സ്ത്രീയാണ്, അല്ല സോറി, പുരുഷന്മാര് 2 വർക്ക് ചെയ്യും. ഒരു മെൻ 2 വർക്ക് ചെയ്യുന്നിടത്ത് ഒരു ലേഡി എത്ര വർക്കാ ചെയ്യണേ, ഒരു വർക്കാണ് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടണം, ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കിട്ടണം അല്ലെ. ടോട്ടൽ വർക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കാം. മെൻ എത്രയാണ്, 2 വർക്കാണ് അല്ലെ. അപ്പം 8 into 2 16 ആണ്, പ്ലസ് 12 into 1. അപ്പൊ 16 plus 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 plus 12 28 ആണ്. into 10 എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് 280 എന്നാണ് കിട്ടുന്നത്. 280 എന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് 2 women and 1 man. ഈ 280 വർക്ക് 2 women എന്താണ്, ഒരു വർക്കാണ് ചെയ്യണത് അല്ലെ, പ്ലസ് ഒരു മെൻ എന്ന് പറയുമ്പോൾ 1 into 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 280 divided by 4 എന്ന് കിട്ടി. 28 4ല് എത്ര ടൈംസ് ആ പോകുന്നത്, 7 ടൈംസ് ആണ് പോകുന്നത്. അപ്പൊ എത്ര ഡേയ്സ് എടുത്തിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, 70 ഡേയ്സ് എടുത്തിട്ടാണ് 2 women and 1 man ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണത്. ക്ലിയർ ആയില്ലേ, എന്താ ചെയ്തത് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇതോട് കൂടിയിട്ട് ഈ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത പ്രോബ്ലംസ് എല്ലാം അത്രയും കടുകട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇത്തവണ ALPക്ക് ചോദിച്ചിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് അത്യാവശ്യം കൺസെപ്റ്റുകളൊക്കെ അറിഞ്ഞ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ അറിയാം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ALPയിൽ ചോദിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലായിട്ട് നമ്മൾ JEയുടെയും SRPFന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. ടെക്നീഷ്യൻ കഴിയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെയും എല്ലാം ഡിസ്കഷൻ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ.
അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി അറിയാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ അതും നമ്മളെ അറിയിക്കുക. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.